നടൻ ഉണ്ണി മുകുന്ദൻ തന്റെ മുൻ മാനേജരെ മർദ്ദിച്ചു എന്ന കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് തന്റെ ഭാഗം വിശദീകരിക്കാനായിട്ടാണ് വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടിയത്. വളരെ സത്യസന്ധമായ രീതിയിൽ തന്നെയാണ് അദ്ദേഹം കാര്യങ്ങൾ മാധ്യമങ്ങളുമായിട്ട് പങ്കിട്ടത്. വികാരപരമായി ഇടയ്ക്ക് സംസാരിച്ചു. തികച്ചും വൈകാരികമായ ഒരു വാർത്താ സമ്മേളനമായിരുന്നു. അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, മാനേജർ എന്ന് പറയുന്ന വിപിൻ കുമാറിനെ ഞാൻ മർദ്ദിച്ചിട്ടില്ല എന്ന്. മലയാളത്തിൽ ശ്രദ്ധേയനായ ഒരു നടൻ ഒരു മാനേജറുടെ ആരോപണങ്ങൾക്ക് വിധേയനായി അപമാനിതനായി മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് സങ്കടകരമായിട്ട് വികാരപരമായിട്ട് തൻ്റെ ഭാഗം പറയേണ്ടി വരുന്നൊരു ഗതികേട് അപകടകരമാണ്. മലയാള സിനിമയിൽ ശ്രദ്ധേയനായ ഒരു നടൻ തൻ്റെ ഒരു മാനേജറുടെ ആരോപണങ്ങൾക്ക് വിധേയനായ ശേഷം വന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല. കാരണം ഈ വിഷയം ഒരു ഓൺലൈൻ മീഡിയയാണ്, ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകനാണ് ഈ വിഷയം വിപിൻ കുമാറിന്റെ പക്ഷത്ത് നിന്ന് സംസാരിച്ചുകൊണ്ട് പുറത്തുവിട്ടത്. അതിലൊന്നും ഉണ്ണി മുകുന്ദന്റെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല. വിപിൻ കുമാർ പറഞ്ഞത് അപ്പാടെ വിഴുങ്ങിക്കൊണ്ട് അദ്ദേഹം സ്വന്തം ശൈലിയിലാണ് ആ വിഷയം പുറത്തുവിട്ടത്. അതിനെ തുടർന്ന് പൊതു മാധ്യമങ്ങളെല്ലാം തന്നെ, മുഖ്യധാര മാധ്യമങ്ങളെല്ലാം തന്നെ ഉണ്ണി മുകുന്ദന്റെ ഭാഗം കേൾക്കാതെ ഈ മാനേജറിന്റെ ആരോപണങ്ങൾ വാർത്തയായിട്ട് പുറത്തുവിടുകയുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ ഉണ്ണി മുകുന്ദൻ എന്ന നടനെ ഏതെങ്കിലും തരത്തിൽ ഇല്ലായ്മ ചെയ്യാനാണോ ഈ ശ്രമമെന്ന് ആരെങ്കിലുമൊക്കെ ആരോപിച്ചാൽ ശരിവെക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ സ്വീകരിച്ച സമീപനം ശരിയല്ല എന്ന് പറയേണ്ടി വരും. ഒരാളുടെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എതിർപക്ഷത്ത് നിൽക്കുന്ന ഒരാളുടെയും കൂടി ഒരു അഭിപ്രായം സ്വീകരിക്കേണ്ടതുണ്ട്. രണ്ടും കൂടി ചേർത്താണ് പൊതുവെ മാധ്യമങ്ങൾ വാർത്തകൾ പുറത്തുവിടുന്നത്. ഉണ്ണി മുകുന്ദന്റെ കാര്യത്തിൽ അതുണ്ടായില്ല. അതിനുശേഷമാണ് ആ വാർത്തകൾ അദ്ദേഹത്തിന്റെ, അതായത് ആരോപണം പറഞ്ഞ ആളുടെ വാർത്തകൾ വ്യാപകമായി പ്രചരിച്ച ശേഷമാണ് ഉണ്ണിയുടെ അഭിപ്രായങ്ങൾ പുറത്തുവിട്ടത്. അതുകൊണ്ട് തന്നെ ഇനിയും മലയാളത്തിലെ താരങ്ങൾ ഇത്തരം ആരോപണങ്ങൾ വിധേയരായേക്കാം, അത്തരം നീക്കങ്ങൾ ഉണ്ടായേക്കാം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതൊക്കെ തന്നെ മുഖ്യധാര മാധ്യമത്തിന്റെ, പത്രപ്രവർത്തനത്തിന്റെ, മാധ്യമധർമ്മത്തിന്റെ, എത്തിക്സിന്റെ ഒക്കെ വിരുദ്ധമായിട്ട് വേണം കാണാൻ. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ ആരെങ്കിലും പറയുന്നത് കേട്ട് ഓടി വന്ന് വാർത്ത ചമയ്ക്കുന്ന തറവേലയിൽ നിന്ന് പിന്നോട്ട് മാറുക